ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സമീസ് ഫുഡ് ആൻഡ് വ്ലോഗിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗ്രീൻ ആപ്പിൾ വെച്ചിട്ടുള്ള ഒരു പിക്കിളാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റാണ്, എന്നാൽ ഈസിയാണ്. പിന്നെ നമുക്ക് മാങ്ങ കിട്ടണമെന്നില്ല. കിട്ടാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ നല്ല ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 ഗ്രീൻ ആപ്പിളാണ്. ഇതിൽ അത്യാവശ്യം നല്ല മെഴുകുണ്ടായിരുന്നു കേട്ടോ. ഈ മെഴുകിനെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ പുറം നന്നായിട്ട് റബ്ബ് ചെയ്ത് കേട്ടോ. നന്നായിട്ട് റബ്ബ് ചെയ്യണം. അപ്പോഴത്തേക്കും അതങ്ങ് ആ വൈറ്റ് കളർ പാട പോലെ ഇളകി വരും. അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് പുറംതോട് വേണ്ട എന്നാണെങ്കിൽ നമുക്കതിനെ ഒരു പീലർ ഉപയോഗിച്ച് പീൽ ചെയ്ത് കളയാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് തോടില്ലാതെയും പിക്കിളിടാം. അതിനുശേഷം നമുക്ക് ഇതിനെ ഒരു കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാം. അപ്പോൾ മുറിച്ചെടുത്തിട്ട് നമ്മൾ കടുമാങ്ങ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിലാണ് നമ്മൾ അപ്പോൾ മൊത്തം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞു പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം. അതിന് മുന്നായിട്ട് ഞാനൊരു പീസ് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ. ഈ ഗ്രീൻ ആപ്പിൾ എന്ന് പറയുമ്പോഴേ പുളിയാണ്, അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഇതാണ്ട് ഈ ഒരു ബൗളിലോട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് മാറ്റി കൊടുക്കാം. മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ സമയത്ത് കഴിക്കാൻ നല്ലൊരു അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാകും, കാരണം ഒരു മാങ്ങയുടെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇനി ഇതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 12 വെളുത്തുള്ളിയാണ്, അതിന് ഞാൻ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് 5 പച്ചമുളകാണ്, അതിനെ ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ദാണ്ടെ ഇത്ര വലിപ്പമുള്ള ഇഞ്ചിയാണ്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെക്കാത്തത്. ഇത്രയും മതി കേട്ടോ, അല്ലെങ്കിൽ ഒരു ഇഞ്ചിയുടെ ഒരു കുത്തലുണ്ടാവും. അതുകൊണ്ടിട്ടാണ് ഇത്ര മതി എന്ന് പറഞ്ഞത്. ഇതിനെ നമുക്ക് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ചോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഇതിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പിക്കിൾ തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനിപ്പോൾ പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും വെളിച്ചെണ്ണയിലും ചെയ്യാം. ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വെളിച്ചെണ്ണ നല്ലതാണ്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് 1/2 ടീസ്പൂൺ കടുകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവയുടെ പൊടിയാണ് കൂടുതലും നല്ലത്. അത് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് വേണം നമ്മൾ ആഡ് ചെയ്യാനുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ സീഡായിട്ട് ഇപ്പോൾ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തത്. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 സെക്കൻഡ് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഗ്രീൻ ചില്ലി ഉണ്ടല്ലോ, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 2 മിനിറ്റ്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതായത് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച കുത്തൽ മാറണം. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ തീ നല്ല കുറച്ച് വെച്ച് വേണം നമ്മളിതൊക്കെ ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബിഗിനേഴ്സാണ്, അത് പുതിയ ആൾക്കാരാണ് ചെയ്യുന്നതെങ്കിൽ അവർ തീ ഓഫ് ചെയ്തിട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഈ ഓയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങളങ്ങ് സ്കിപ്പ് ചെയ്തോ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ്. കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു പിടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഒന്നും ആഡ് ചെയ്യേണ്ട, ഈ സമയത്ത് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. കറിവേപ്പില ഇടാം. ഇനി ഇതിലോട്ട് നമുക്ക് വിനീഗർ 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് വിനീഗറാണ്. ഇതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഫ്ലെയിം എന്ന് പറയുന്നത് മീഡിയം ഫ്ലെയിമിലാണ് വെക്കാനുള്ള. ബിഗിനേഴ്സ് ആണെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ആപ്പിളിൽ മാത്രമേ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള ടൈമിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഉപ്പ് എനിക്ക് പോരാ, കുറച്ചുകൂടെ ആഡ് ചെയ്യണം. അപ്പോൾ പിക്കിളല്ലേ, അത്യാവശ്യം നല്ല ഉപ്പ് വേണം. കാരണം ഇരുന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ ആപ്പിൾ ഉപ്പൊക്കെ വലിച്ചെടുക്കും. അപ്പോഴത്തേക്കും ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയാണ്. അത് നമ്മളെ പിക്കിളിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. കാരണം പുളിയും മധുരവും ഉപ്പും ഒക്കെ വരുമ്പോഴാണ് പിക്കിൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് ആ പഞ്ചസാര ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഒരു നിർബന്ധമില്ല ചേർക്കണമെന്ന്. ആ ഒരു പോർഷൻ നിങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. എണ്ണ പുറത്ത് തെളിഞ്ഞ് വരുന്ന രീതിയിൽ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക. കണ്ടോ, ആ എണ്ണയൊക്കെ പുറത്ത് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടാറിയതിന് ശേഷം മാത്രം നമ്മുടെ പിക്കിള്, അതായത് നമ്മളെ പിക്കിളിന് ആവശ്യമായ ആപ്പിൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ചൂടോടുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ പെട്ടെന്ന് അതങ്ങ് വെന്ത് പോവും. അങ്ങനെ വരാൻ പാടില്ല. നമുക്ക് ആ കടിക്കണ ഒരു പരുവത്തിൽ കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ചൂടാറിയതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടോ, നല്ല ആപ്പിൾ, അതായത് നമ്മൾ കടുമാങ്ങ തോറ്റുപോകും, അത്രയും നല്ല ഒരു ഇതിലാണ് നമ്മുടെ ആപ്പിൾ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 ഡേയ്സ് അല്ലെങ്കിൽ 3 to 5 ഡേയ്സ് വേണ്ടി വരും നമ്മൾ ഈ പിക്കിള് കറക്റ്റ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട്. ഒരു 5 ഡേയ്സ് പുറത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും, അത്യാവശ്യം നല്ല ടേസ്റ്റ്. നമുക്ക് ഈ സമയത്ത് തന്നെ ചോറിനോടൊപ്പമൊക്കെ കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രീൻ ആപ്പിൾ പിക്കിൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്കിതിനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്തോ ഒരു ഭരണിക്കകത്തോട്ടൊക്കെ മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭരണി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇതിലോട്ടാക്കിയേ ഉള്ളൂ. നിങ്ങൾ നല്ല എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിനകത്ത് നല്ല ഒട്ടും വെള്ളമില്ലാതെ തുടച്ച് മാറ്റിയിട്ട് അതിനുശേഷം നമുക്ക് ഈ പിക്കിൾ അതിലോട്ട് വെച്ച് അടച്ച് വയ്ക്കാം. മാക്സിമം ഒരു 3 to 5 ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും പിക്കിൾ ഓക്കെ ആവും, നല്ല ടേസ്റ്റ് വരും. അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ റെസിപ്പി? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിർബന്ധമായിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരെ സമീസ് ഫുഡ് ആൻഡ് വ്ലോഗ് സൈനിങ് ഓഫ്. ബൈ ബൈ.